ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പൊ അതിനു മുമ്പ് ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ ഈ സെക്ഷൻ കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, അതുപോലെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ അൺസർട്ടനിറ്റി, സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ അഡിഷൻ, അതുപോലെ പിന്നെന്താണ് എററുകളെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങൾ, അതുപോലെ റൗണ്ടിങ് ഓഫ് അൺസർട്ടൺ ഡിജിറ്റ്സ്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഓരോ റൂളുകൾ കൃത്യമായി എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? സിഗ്നിഫിക്കന്റ് ഫിഗറുകളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ശരിയാണോ? ആണ്. അപ്പൊ ഇത് ഇൻകറക്റ്റ് അല്ല. ദിസ് ഇസ് റൈറ്റ്, ദിസ് ഇസ് കറക്റ്റ്. ഓൾ ദ സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ശരിയാണോ? ആണ്. ഗ്രേറ്റർ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ എ മെഷർമെന്റ്, സ്മോളർ ഈസ് ദ പെർസെന്റേജ് എറർ. അത് ശരിയാണ്. സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം കൂടുന്തോറും പെർസെന്റേജ് എറർ കുറയും. കാര്യം സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം കൂടുമ്പോൾ ആ മെഷർമെന്റിന്റെ പ്രിസിഷൻ കൂടുകയാണ് അല്ലേ, അപ്പൊ എറർ കുറയുകയാണ്, അപ്പൊ പെർസെന്റേജ് എറർ കുറയും. ഡി, ദ പവർ ഓഫ് 10 ഈസ് കൗണ്ടഡ് വൈൽ കൗണ്ടിങ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. തെറ്റാണ് അല്ലേ. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എണ്ണം പിന്നെ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ 10ന്റെ പവർ നോക്കൂ ഇല്ല, ബേസ് നമ്പർ മാത്രമേ നോക്കുകയുള്ളൂ. അപ്പൊ ഇൻകറക്റ്റ് ഏതാണ്? ഇതാണ്. ഓക്കെ, ഡി ആണ് ഇൻകറക്റ്റ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ സെറ്റിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഈസ് 10.845 ohm and the current is 3.23 ampere. On multiplying we get the potential difference as 35.02935 volt. നിങ്ങൾക്കറിയാം കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് കേട്ടിട്ടുള്ളതാണ് ഓംസ് ലോയിൽ. The value of potential difference in terms of significant figures would be. ഇപ്പോൾ സിഗ്നിഫിക്കന്റ് ഫിഗറുകളും കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പൊട്ടൻഷ്യലിനെ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങൾ നോക്കൂ, ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് വന്നത്. മൾട്ടിപ്ലിക്കേഷനിൽ ഏതാ നോക്കുന്നത്? ഡെസിമൽ പ്ലേസുകളുടെ എണ്ണമാണോ സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണമാണോ? സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലും ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റികളിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഏതിനാണോ ഉള്ളത് ആ ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ ആ നമ്പറിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ മാത്രമായിരിക്കണം നമ്മുടെ ഉത്തരത്തിലും വരേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇവിടെ ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാ? 1, 2, 3, 4, 5. ഇവിടെയോ 1, 2, 3. അപ്പോ ലീസ്റ്റ് 3 അല്ലേ. അപ്പൊ നമ്മുടെ ഉത്തരത്തിലും 3 സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ഉത്തരമാണ് ഇത്, അതിനെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആക്കണം. അപ്പൊ ഇത് 1, 2 സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അടുത്ത നോക്കൂ, ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യണം 3. അപ്പൊ ഇത് നോക്കൂ, ഇത് 5. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഇതിനെ ഡ്രോപ്പ് ചെയ്ത് ഇത് 4 ആകുന്നു. അതിനെ ഡ്രോപ്പ് ചെയ്ത് 9. ആ 9നെ 5നേക്കാൾ കൂടുതലായിട്ട് ഡ്രോപ്പ് ചെയ്ത് ഇത് 3 ആകുന്നു. ഇത് 3 ആണ്. അപ്പൊ എന്താണ്? 5നേക്കാൾ കുറവാണ്. അപ്പൊ എന്താണ്? തൊട്ടപ്പുറത്തുള്ള പ്രിസീഡിംഗ് ഡിജിറ്റിന് ഒരു മാറ്റവും പറ്റുന്നില്ല. ഇതിനെയും ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പൊ ആൻസർ 35.0. 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഇല്ലേ? 35.0യിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഇല്ലേ? 0 സിഗ്നിഫിക്കന്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണ്? ദിസ് ഈസ് എ റെക്കോർഡഡ് മെഷർമെന്റ്. അതുപോലെ എന്താണ്? ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് ഡെസിമൽ പോയിന്റ് ഉള്ള സംഖ്യകളിൽ ട്രെയിലിംഗ് സീറോകൾ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഈ 0 സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ 35.0 ആണ് ആൻസർ. സംശയമില്ലല്ലോ. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ ക്യൂബ് ഹാസ് എ സൈഡ് ഓഫ് ലെങ്ത് 1.2 into 10⁻⁻² meter. ഇറ്റ്സ് വോളിയം അപ് ടു കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ്. ഒരു ക്യൂബിന്റെ സൈഡ് ലെങ്ത് പറഞ്ഞിട്ടുണ്ട് 1.2 into 10⁻² meter. അതിന്റെ വോളിയം കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ എത്രയാണ്? നിങ്ങൾക്കറിയാം, നമ്മൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾക്ക് ചെയ്തു നോക്കാം, സ്വന്തമായിട്ട് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെങ്ത് ഓഫ് ദ ക്യൂബ് എത്രയാണ്? ഒരു സൈഡ് ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ക്യൂബ് എത്ര? 1 point. ലെങ്ത് ഓഫ് ദ ക്യൂബ് അല്ല, സൈഡ് ലെങ്ത് ഓഫ് ദ ക്യൂബ് ആണ് കേട്ടോ. ക്യൂബിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് ആണ്, അല്ലാതെ ക്യൂബിന് ലെങ്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ക്യൂബിന്റെ ഒരു സൈഡിന്റെ ലെങ്ത്. ഓക്കെ, അപ്പൊ സൈഡ് ലെങ്ത് ഓഫ് ദ ക്യൂബ് എത്ര? 1.2 into 10⁻² meter. ഓക്കെ, ക്യൂബിന്റെ വോളിയം എത്രയാണ്? സൈഡ് ലെങ്ത് എ ആണെങ്കിൽ എ ക്യൂബ് ആണ് ക്യൂബിന്റെ വോളിയം. 1.2 into 10⁻² the whole cube. അത് ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും 1.728 × 10⁻⁻6 മീറ്റർ ക്യൂബ്. അപ്പോ ശ്രദ്ധിക്കണം, കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റികൾ ഏതാണോ അതിലെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. കാര്യം എന്താണ്, ഇവിടെ നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. കണ്ടോ, വോളിയം എന്ന് പറഞ്ഞാൽ ക്യൂബ് ആണ്. അതായത് ദിസ് തിങ് ഇൻറ്റു ദിസ് തിങ് ഇൻറ്റു ദിസ് തിങ്. കണ്ടോ, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷനിൽ ഡെസിമൽ പ്ലേസുകളുടെ എണ്ണമാണോ? അല്ല, സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണമാണ്. അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റികളിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഏതാണോ അത് നമ്മുടെ ഉത്തരത്തിലും എത്തിക്കുക. അപ്പോ നമ്മുടെ ക്വാണ്ടിറ്റി ഏതാണ്? ലെങ്ത് മാത്രമേ ഉള്ളൂ. അത് 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ലീസ്റ്റ് എത്ര തന്നെയാണ്? ഈ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് തന്നെയാണ്. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10ന്റെ പവറുകൾ കൗണ്ട് ചെയ്യില്ല. നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റിനി പറഞ്ഞേ ഉള്ളൂ, അത് തെറ്റാണ് എന്ന് നമ്മൾ പറയാം. കൗണ്ട് ചെയ്യുമെങ്കിൽ തെറ്റാണ്, കൗണ്ട് ചെയ്യണ്ട, കൗണ്ട് ചെയ്യാതെ നോക്കുക. അപ്പൊ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 1, 2. അപ്പൊ നമ്മുടെ ഉത്തരത്തിലും 1, 2 എണ്ണമേ ഉണ്ടാവാൻ പാടുള്ളൂ, 2 എണ്ണം. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ഭാഗത്തിനെ നമ്മൾ റൗണ്ട് ചെയ്യണം. റൗണ്ട് ചെയ്ത് ഒറ്റ ഡെസിമൽ പ്ലേസ് ആക്കണം. അപ്പൊ 8 നോക്കിക്ക്, 8 5നേക്കാൾ കൂടുതലാണ്. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇത് 3 ആവും. ഓക്കെ, പിന്നെ 3 മാത്രം നോക്കിയാൽ മതി. 3നെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ 3 5ൽ കുറവാണ്. അപ്പൊ 7ന് ഒരു മാറ്റവും വരില്ല. ആൻസർ 1.7 × 10⁻⁻6. കണ്ടോ, ഇതിലും 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉള്ളൂ. റിസൾട്ടിലും 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉള്ളൂ. കാര്യം എന്താണ്? നമ്മുടെ ക്വാണ്ടിറ്റികളിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 2 എണ്ണമാണ്. അപ്പൊ ഉത്തരത്തിലും 2 എണ്ണമേ ഉണ്ടാവാൻ പാടുള്ളൂ. 4ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. എന്താണ്? ദ നമ്പേഴ്സ് 3.845 ആൻഡ് 3.835 ഓൺ റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വിൽ ബി. അപ്പോ നമ്മൾ ഈ 2 നമ്പറുകളെയും റൗണ്ട് ചെയ്യാൻ പോകുന്നു. 3 സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ ആക്കുക. 3 സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3. അപ്പോ ഈ 4ാമത്തെ ഈ നമ്പർ എന്ത് ചെയ്യുക? ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ നോക്കാം. അപ്പൊ ഇത് 5 ആണ്. അപ്പോൾ 5 വെറുതെ ഇരിക്കുമോ അല്ലെങ്കിൽ 5ന്റെ ഒപ്പം 0 മാത്രം വരികയോ ചെയ്താൽ തൊട്ടപ്പുറത്തുള്ള പ്രിസീഡിംഗ് നമ്പർ ഈവൻ ആണെങ്കിൽ അത് അതേപോലെ കാണും എന്നാണ് നമ്മൾ ഒരു റൂളിൽ പഠിച്ചത്. അപ്പൊ ഇതെന്താണ്? ഇത് റൗണ്ട് ചെയ്ത് 3.84 ആക്കാം. ഇനി ഇവിടെ കണ്ടോ, ഇവിടെയും 5 വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ 5 വെറുതെ ഇരിക്കുകയാണെങ്കിലോ 5നോടൊപ്പം ഒരു 0 മാത്രമാണ് വരികയെങ്കിലോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 5ന് മുൻപുള്ള നമ്പർ, ഈ പ്രിസീഡിംഗ് നമ്പർ നോക്കുക. അത് ഈവൻ ആണെങ്കിൽ അത് അതേപോലെ നിർത്തുക. നമ്മളിതാ ഇവിടെ അങ്ങനെ നിർത്തി. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ അതൊരു ഓടാണ്. ഓഡ് നമ്പർ 3 ഒരു ഓഡ് നമ്പറാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ 1 കൂട്ടണം. അപ്പൊ എത്ര കിട്ടും? ഈ 5 ഡ്രോപ്പ് ചെയ്യുമ്പോൾ 3.84. 2ഉം 3.84. അത് ഏത് ഓപ്ഷനാണ്? ഡി. സംശയമില്ലല്ലോ, 3.84. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ ദ നമ്പേഴ്സ് 4.8000 × 10⁻⁴ ആൻഡ് 48,000 അല്ലെങ്കിൽ 48,000.50. അപ്പൊ ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ്? ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ്? സിമ്പിൾ അല്ലേ? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നോക്കുമ്പോൾ എന്താണ്? 10ന്റെ പവറുകളെ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. 4.8000. ഇതൊരു ഡെസിമൽ നമ്പറാണ്. ഡെസിമൽ നമ്പറിൽ ട്രെയിലിംഗ് സീറോകൾ അല്ലെങ്കിൽ എൻഡിങ് സീറോകൾ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോ 1 2 3 ഇത് 2 നോൺ സീറോ ഡിജിറ്റ് ആണ്. അങ്ങനെ സിഗ്നിഫിക്കന്റ് ആണ്. 1 2 3 4 5. അപ്പൊ 5 ഉള്ള ഓപ്ഷൻ നോക്കുക. 2 ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഒറ്റ ഓപ്ഷനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മറ്റേതിന്റെ കണ്ടുപിടിക്കണ്ട. പക്ഷെ ഇത് 2 എണ്ണം ഉണ്ട്. 2 ഓപ്ഷനിൽ 5 ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്താണ്, നമ്മുടെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് പിന്നെ അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകളാണ്. പക്ഷെ അങ്ങനെ ഒരു ചോദ്യകർത്താവും ഒരു ക്വസ്റ്റ്യൻ സെറ്ററും എന്ത് ചെയ്യില്ല? 5 ഒറ്റ ഓപ്ഷനാക്കി ഇടില്ല. കാര്യം പെട്ടെന്ന് കിട്ടും. പക്ഷേ 2ാമത്തേതും കൂടി കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് ഏത് ഓപ്ഷൻ എന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 2ാമത്തെ കണ്ടുപിടിച്ചോ. എത്രയാണ് 2ാമത്തേതിലെ? എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? ഡെസിമൽ നമ്പർ ആണ്. അപ്പോ ട്രെയിലിംഗ് സീറോ സിഗ്നിഫിക്കന്റ് ആണ്. ഇത് സിഗ്നിഫിക്കന്റ് ആണ്. 1 2. ഈ 3 നമ്പർ സിഗ്നിഫിക്കന്റ് ആണോ? ആണ്. ഇത് 2 സിഗ്നിഫിക്കന്റ് ആണോ? ആണ്. നോൺ സീറോ ഡിജിറ്റ് ആണ്. ഇത് കണ്ടോ, 2 നോൺ സീറോ ഡിജിറ്റുകൾക്ക് ഇടയിൽ വരുന്ന സീറോകളാണ് ഇത്. അതുകൊണ്ടാണ് സിഗ്നിഫിക്കന്റ്. അപ്പൊ എത്രയാണ്? 1 2 3 4 5 6 7. അപ്പോൾ 5 and 7. ഇതിന്റെ 5ഉം ഇതിന്റെ 7ഉം. ഉത്തരം ബി ആണ്. ഓക്കെ, സംശയമില്ലല്ലോ, ഉത്തരം ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് നമ്മൾ ചെയ്തെടുക്കാൻ കുറച്ച് ലെങ്ത് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്ന് എഴുതിയെടുക്കാം, നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാം, നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ചെയ്ത് നോക്കാനും ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ പരീക്ഷയ്ക്ക്.
എ ബോഡി ട്രാവൽസ് യൂണിഫോംലി എ ഡിസ്റ്റൻസ് ഓഫ് 13.8 പ്ലസ് ഓർ മൈനസ് ആണ് കേട്ടോ. 13.8 പ്ലസ് ഓർ മൈനസ് 0.2 മീറ്റർ ഇൻ എ ടൈം 4.0 പ്ലസ് ഓർ മൈനസ് 0.3 സെക്കൻഡ്സ്. ഇറ്റ്സ് വെലോസിറ്റി വിത്ത് എറർ ലിമിറ്റ്സ് ഈസ്. ഇപ്പോൾ ഒരു ബോഡി എന്ത് ചെയ്യാണ്? യൂണിഫോം മോഷനിൽ സഞ്ചരിക്കുകയാണ്. ആ യൂണിഫോം മോഷൻ എന്താണെന്നൊക്കെ നമ്മൾ തൊട്ടടുത്തുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോ യൂണിഫോം മോഷനിൽ സഞ്ചരിക്കുകയാണ്. ഒരു ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തു. ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് റെക്കോർഡ് ചെയ്തത് ഇങ്ങനെയാണ്: 13.8 പ്ലസ് ഓർ മൈനസ് 0.2. ഇതെന്താണ്? ഇത് പിന്നെ ട്രൂ വാല്യൂ ആണ്. ഇതെന്താണ്? ഇത് എറർ ആണ്. ഓക്കെ, ശരി. അപ്പൊ അതുപോലെ ഇത് ഡിസ്റ്റൻസ് ആണ്, ഇത് ടൈം ആണ്. ടൈം നോക്കൂ, ടൈം റെക്കോർഡ് ചെയ്തത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഇത് ട്രാവൽ ചെയ്ത സമയം എത്രയാണ്? 4.0 പ്ലസ് ഓർ മൈനസ് 0.3 സെക്കൻഡ്സ്. അപ്പൊ ഈ സമയം കൊണ്ട് ആ സമയം റെക്കോർഡ് ചെയ്ത് കാണൂ. ഇതൊരു മെഷർമെന്റ് ആണ്. 4.0 പ്ലസ് ഓർ മൈനസ് 0.3 സെക്കൻഡ്സ്. ഓക്കെ, എങ്കിൽ ഇപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഒരു നിശ്ചിത സമയം കൊണ്ട് ട്രാവൽ ചെയ്തു എങ്കിൽ വെലോസിറ്റി എത്ര? നിങ്ങൾക്കറിയാം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. പക്ഷെ ഇവിടെ വെറുതെ അങ്ങ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? എറർ ലിമിറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെലോസിറ്റിയിലെ എറർ ലിമിറ്റും കൂടി കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യണം. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ എറർ ലിമിറ്റും കൂടി ചെയ്യണം. ചെയ്തു നോക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അതാണ് നമ്മുടെ ടെക്നിക്ക്. നോക്കിക്കേ, ഡിസ്റ്റൻസ് എത്രയാ തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു എത്ര? 13 പ്ലസ് ഓർ മൈനസ് 0.2 മീറ്റർ. 13 പ്ലസ് ഓർ മൈനസ് 0.2 മീറ്റർ, അങ്ങനെയല്ലേ തന്നിരിക്കുന്നത്? 13 അല്ലെങ്കിൽ 13.8 ആണെന്ന് തോന്നുന്നു അല്ലേ? 13.8 ആണ്. 13.8 പ്ലസ് ഓർ മൈനസ് 0.2 മീറ്റർ. ടൈം എത്രയാണ്? 4.0. അതൊക്കെ ശ്രദ്ധിക്കണം. 4.0 എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതണം. 4.0 പ്ലസ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് അറിയാമല്ലോ. 4.0 പ്ലസ് ഓർ മൈനസ് 0.3 സെക്കൻഡ്സ്. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ നമ്മൾ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ നമുക്ക് കണ്ടുപിടിക്കുന്ന വെലോസിറ്റിയും എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് എറർ അല്ലേ? അപ്പൊ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസിന്റെ ട്രൂ വാല്യൂ ഡിവൈഡഡ് ബൈ ടൈമിന്റെ ട്രൂ വാല്യൂ എത്ര? വെലോസിറ്റിയുടെ ആ ട്രൂ വാല്യൂ എസ് ബൈ ടി. ഇത് എസ് ആണ്, ടി ആണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് വെലോസിറ്റി. അപ്പൊ 13.8 ഡിവൈഡഡ് ബൈ 4.0 3.45 എന്ന് കിട്ടും. 3.45. എന്തുകൊണ്ടാണ് 3.45 എന്ന് എടുത്തത്? കാരണം നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം ആണ് കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് 3.45 റൗണ്ട് ചെയ്ത് എഴുതിയില്ല? കാര്യം ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തു എന്ന് പറഞ്ഞാൽ, ഇത് ഉപയോഗിച്ച് പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇന്റർമീഡിയറ്റ് കാൽക്കുലേഷനിൽ ഉപയോഗിക്കേണ്ട സാധനമായതുകൊണ്ട് നമ്മൾ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറും കൂടി ഇവിടെ അങ്ങ് ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അത് മറക്കരുത്, മനസ്സിലാക്കുക. 3.45 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ എടുത്തെന്നുള്ളത് നമ്മൾ ഒരു സെക്ഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ആയിട്ട്. ശരി, അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ റിലേറ്റീവ് എറർ എന്ന് എഴുതിക്കേ. വി ഇസ് ഈക്വൽ ടു എസ് ബൈ ടി. നിങ്ങൾക്കറിയാം റിലേറ്റീവ് എറർ ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ബൈ എസ് പ്ലസ് ഡെൽറ്റ ടി ബൈ ടി അല്ലേ? സംശയമില്ലല്ലോ. അങ്ങനെ എഴുതിക്കൂടെ? ഡിവൈഡ് ചെയ്യുമ്പോഴും എററുകൾ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഇനി നമുക്ക് ഓരോ വാല്യൂ എടുത്തിട്ട് കൊടുക്കാം. ഡെൽറ്റ എസ് എന്നാൽ എസ്സിലെ എറർ ആണ്, മീൻ അബ്സല്യൂട്ട് എറർ. എത്രയാണ് അത്? 0.2 മാഗ്നിറ്റ്യൂഡ് മതി. ഡിവൈഡഡ് ബൈ എസിന്റെ വാല്യൂ എത്ര നമുക്കറിയാം? 13.8 പ്ലസ് ഡെൽറ്റ ടി, ടിയിലെ എറർ 0.3 ഡിവൈഡഡ് ബൈ എത്ര? 4.0. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യാം. അങ്ങനെയാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. 0.2 ഇൻറ്റു 4.0 ഡിവൈഡഡ് ബൈ, നോക്കൂ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത് ഡിവൈഡഡ് ബൈ ഇതേ ഇൻറ്റു ഇത്, അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. മാത്തമാറ്റിക്കൽ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളാണ് നിങ്ങൾ. അപ്പൊ അങ്ങനെ ചെയ്തു വരുമ്പോ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ കിട്ടും. കണ്ടോ? ഇങ്ങനെ കിട്ടും. 0.0895. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ട്രൂ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 3.45 അല്ലെങ്കിൽ അതിനെ നമുക്ക് മാറ്റാം, ആ രീതിയിലേക്ക് മാറ്റാം. അപ്പൊ 3.45 ട്രൂ വാല്യൂ കിട്ടി. ഇനി ഡെൽറ്റ വി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഡെൽറ്റ വി എത്ര? ഡെൽറ്റ വി ബൈ വി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ഇത് ചെയ്യുമ്പോൾ ഡെൽറ്റ വി ബൈ വി കിട്ടി. കണ്ടോ? ഡെൽറ്റ വി ബൈ വി കിട്ടി.
0.0895. അപ്പൊ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഈ വി ഇങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ വി ഇൻറ്റു 0.0895. ഓക്കെ, വിയുടെ വാല്യൂ എത്ര കിട്ടി? 3.45 ഇൻറ്റു 0.0895 ചെയ്യുമ്പോൾ 0.3087 എന്ന് കിട്ടും. അപ്പൊ കിട്ടിയേ. അപ്പൊ വി നമുക്ക് കിട്ടി. വി 3.45 ആണ്. ഡെൽറ്റ വി എത്ര കിട്ടി? 0.3087. ഇനിയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തല്ലേ എടുത്തത്? 3.45 എന്ന് നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്താണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ ഇതിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗറുകളല്ലേ എടുക്കേണ്ടത്? അപ്പോൾ 4.0 ലീസ്റ്റ് ഉള്ളത്, അതിൽ 2 എണ്ണം ഉള്ളത് കൊണ്ട് ഇതിലും 2 എണ്ണമേ വരാവൂ. അപ്പൊ ഇതിനെ റൗണ്ട് ചെയ്ത് മാറ്റുക. 5 റൗണ്ട് ചെയ്യുമ്പോൾ 3.5 എന്ന് കിട്ടും. കണ്ടോ, നമ്മൾ അവിടെ റൗണ്ട് ചെയ്ത് 3.5 ആക്കി. ഇനി എറർ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഡെൽറ്റ വി ഇവിടെ എറർ കണ്ടോ? എററിൽ 2 ഇടത്തും എറർ റിപ്പോർട്ട് ചെയ്തപ്പോൾ 0.2 അല്ലെങ്കിൽ 0.3 ഒറ്റ സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. 1 ഇവിടെയും 1. അപ്പൊ നമ്മളുടെ പിന്നെ എറർ റിപ്പോർട്ടിങ്ങിലും ഒറ്റ സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഇതിനെ നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്യണം. എങ്ങനെ? ഈ 7 മാറ്റി 7 മാറ്റുമ്പോൾ ഇത് 9 ആവും. 9 മാറ്റുമ്പോൾ ഇത് 1 ആവും. 1നെ ഡ്രോപ്പ് ചെയ്ത് കളയുന്നു, 5നേക്കാൾ കുറവായതുകൊണ്ട്. അപ്പൊ 0.3 മാത്രം. ആൻസർ 3.5 പ്ലസ് ഓർ മൈനസ് 0.3 മീറ്റർ പെർ സെക്കൻഡ്. സംശയമില്ലല്ലോ, 3.5 പ്ലസ് ഓർ മൈനസ് 0.3 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഒന്നുകൂടി ഇതൊന്ന് ചെയ്തു നോക്കുക, ആലോചിച്ചിട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ്? ആൻസർ പിന്നെ 3.5 പ്ലസ് ഓർ മൈനസ് 0.3 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, തെറ്റരുത്, കൃത്യമായി പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് NCERT ടെക്സ്റ്റിലെ കുറച്ച് എക്സസൈസിലേക്ക് പോവാം. ഓക്കെ, നിങ്ങളൊന്ന് ഒത്തു നോക്കുക കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഓക്കെ, അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പെൻഡിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യുന്നത്. ഇനി വരുന്ന സെക്ഷൻസിലൊക്കെ എന്താണ്, ഓരോ സെക്ഷൻ തീരുമ്പോഴും അതാത് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. വിട്ടുപോയ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, അതും കൂടെ നമുക്ക് ചെയ്യാം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ കണ്ടുപിടിക്കുക. ഓരോരോ വാല്യൂ തന്നിട്ടുണ്ട്, പിന്നെ സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒന്ന് എഴുതിയെടുക്കാം. ഓക്കെ, അത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്നുകൂടി എഴുതുന്നുണ്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.007 മീറ്റർ സ്ക്വയർ. ഇതൊരു റെക്കോർഡഡ് വാല്യൂ ആണ്. അത് മീറ്റർ സ്ക്വയർ ആ യൂണിറ്റിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് കണ്ടോ, 1നേക്കാൾ താഴെയുള്ള ഒരു നമ്പർ അല്ലേ, 1നേക്കാൾ കുറഞ്ഞൊരു നമ്പരാ. അവിടെ ഡെസിമൽ പ്ലേസിന്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് ലെഫ്റ്റ് വരെയുള്ള സീറോകൾ സിഗ്നിഫിക്കന്റ് അല്ല. ഈ സീറോയും സിഗ്നിഫിക്കന്റ് അല്ല. അപ്പോൾ ഒറ്റ സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ലേ ഉള്ളൂ ഇവിടെ, 1. ആൻസർ 1. അടുത്തത് 2.64 × 10⁻²4 കിലോഗ്രാം റെക്കോർഡഡ് മെഷർമെന്റ് ആണ്. ഇനി നിങ്ങൾക്കറിയാം സിഗ്നിഫിക്കന്റ് ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഈ 10ന്റെ പവർ വേണോ? വേണ്ട. 10ന്റെ പവർ വേണ്ട, അതിനെ കൗണ്ട് ചെയ്യണ്ട. ഇത് മാത്രം നോക്കിയാൽ മതി. ഇതിനകത്ത് എത്ര ഉണ്ട്? സിമ്പിൾ ആണ്. 1, 2, 3 3 നോൺ സീറോ ഡിജിറ്റുകളാണ്. ആൻസർ 3. അടുത്തത് 0.2370 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ഇത് 1നേക്കാൾ താഴെയുള്ള ഒരു നമ്പറാണ്. അപ്പോ പക്ഷേ ഇവിടെ എന്താണ്, ഡെസിമൽ പ്ലേസിന്റെ റൈറ്റിലേക്ക് സീറോ ഇല്ല. അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കണ്ട. ഇത് സീറോ പിന്നെ സിഗ്നിഫിക്കന്റ് അല്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ദിസ് ഈസ് എ റെക്കോർഡഡ് വാല്യൂ. അതിലുപരി ഇതൊരു ഡെസിമൽ നമ്പർ ആണ്. അപ്പോൾ ട്രെയിലിംഗ് സീറോ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ മൊത്തം എത്ര സിഗ്നിഫിക്കന്റ് ഉണ്ട്? 1, 2, 3, 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അടുത്തത് 6.320 ജൂൾ റെക്കോർഡഡ് വാല്യൂ ആണ്. ഒരു മെഷേർഡ് വാല്യൂ ആണ്. ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് ട്രെയിലിംഗ് സീറോ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ എത്ര നമ്പർ ഉണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? 1, 2, 3, 4 എണ്ണം. അടുത്തത് 6.032. ഇതില് വാട്ട് പെർ മീറ്റർ സ്ക്വയർ റെക്കോർഡഡ് വാല്യൂ ആണ്. എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ഇവിടുന്ന് ഡെസിമൽ പ്ലേസിന്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിന് പിന്നെ ലെഫ്റ്റിലുള്ള സീറോ സിഗ്നിഫിക്കന്റ് ആണോ? അത് 1നേക്കാൾ താഴെയുള്ള നമ്പറുകളിൽ മാത്രമേ ഉപയോഗിക്കൂ. അതായത് 0.1നേക്കാൾ താഴെ, 1ന് താഴെയുള്ള നമ്പറുകൾ, അതിൽ മാത്രമേ ഈ റൂൾ ആപ്ലിക്കബിൾ ആവൂ. അതായത് ഡെസിമൽ പോയിന്റിന് ശേഷം റൈറ്റിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റിന് മുമ്പുള്ള ലെഫ്റ്റിലെ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിന് മുമ്പുള്ള സീറോകൾ. പക്ഷെ ഇവിടെ അത് ആപ്ലിക്കബിൾ ആണോ? നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്ത് ഇതാണ്. ഇവിടെ ആപ്ലിക്കബിൾ അല്ല. കാര്യം അത് 1നേക്കാൾ മുകളിലുള്ള നമ്പറാണ്. 6 പോയിന്റ് ആണ്, 0 പോയിന്റ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത്
നിങ്ങൾ സാധാരണ ആ റൂള് മാറ്റിയിട്ട് ബാക്കി റൂളുകൾ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇത് സിഗ്നിഫിക്കന്റ് ആണ്, ഈ സീറോ സിഗ്നിഫിക്കന്റ് ആണ്. കാര്യം എന്താണ്? രണ്ട് നോൺ സീറോ ഡിജിറ്റുകൾക്ക് ഇടയിൽ വരുന്ന സീറോയാണ്. അത് ഡെസിമൽ പോയിന്റ് എവിടെ ആയാലും ശരി അത് സിഗ്നിഫിക്കന്റ് ആണ്. അതുപോലെ 3 സിഗ്നിഫിക്കന്റ് ആണ്, 2 സിഗ്നിഫിക്കന്റ് ആണ്, 1, 2, 3, 4 4 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ലാസ്റ്റ് നമ്പർ 0.000632 മീറ്റർ സ്ക്വയർ റെക്കോർഡഡ് വാല്യൂ ആണ്. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കുക, 1 താഴെയുള്ള നമ്പറാണ്. അപ്പോൾ ഡെസിമൽ പോയിന്റിന്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ പോയി ലെഫ്റ്റിലെ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിന് മുൻപുള്ള സീറോകൾ വരെ സിഗ്നിഫിക്കന്റ് അല്ല. ഇതും സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ സിഗ്നിഫിക്കന്റ് അല്ലാത്ത ഏതൊക്കെയാണ്? 1, 2, 3, 4. ഇത് സിഗ്നിഫിക്കന്റ് ആണ്. ഈ സീറോ സിഗ്നിഫിക്കന്റ് ആണോ? ആണ്. കാര്യം എന്താണ്? രണ്ട് നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ വരുന്ന സീറോ സിഗ്നിഫിക്കന്റ് ആണ്. ഈ 3 സിഗ്നിഫിക്കന്റ് ആണ്, 2 സിഗ്നിഫിക്കന്റ് ആണ്. ആൻസർ 4. 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചെയ്തു നോക്കാം. ഒന്നുകൂടെ എഴുതിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ NCERT എക്സസൈസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8ാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡറിനാണ് 8. NCERTയിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടുപിടിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ഏതാണെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനും എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. പെൻഡിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറയാം ഏതാണെന്ന്. അത് നമ്മൾ നോക്കിയിട്ട് അവസാനം ചെയ്യും. ദ മാസ് ഓഫ് എ ബോക്സ് മെഷേർഡ് ബൈ എ ഗ്രോസേഴ്സ് ബാലൻസ് ഈസ് 2.300 കിലോഗ്രാം. ഓക്കെ, ഒരു ഗ്രോസറി സ്റ്റോർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? പലചരക്ക് കടയിലെ ബാലൻസിൽ ഒരു ബോക്സിന്റെ മെഷർ മാസ് മെഷർ ചെയ്തത് 2.300 കിലോഗ്രാം എന്നാണ്. ഓക്കെ, 2 ഗോൾഡ് പീസസ് ഓഫ് മാസസ് 20.15 gram ആൻഡ് 20.17 gram ആർ ആഡഡ് ടു ദിസ് ബോക്സ്. ഈ ബോക്സിലേക്ക് 2 ഗോൾഡ് പീസസ് നിങ്ങൾ ഇടുന്നു. ഒന്നിന്റെ മാസ് 20.15 ആണ്, മറ്റതിന്റെ മാസ് 20.17 gram ആണ്. എങ്കിൽ what is the first question? The total mass of the box. ഈ ബോക്സിന്റെ ടോട്ടൽ മാസ് എത്ര? അതായത് ബോക്സിന്റെ മാസ് പ്ലസ് ഈ 2 ഗോൾഡ് പീസുകളുടെ മാസ്. തീർന്നില്ല. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ മാസസ് ഓഫ് ദ പീസസ്? ഈ 2 പീസുകളുടെ മാസുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. വെറുതെ കണ്ടുപിടിച്ചാൽ പോരാ, ടു കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ ആയിരിക്കണം. സംശയമില്ലല്ലോ, നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം 2.300 കിലോഗ്രാം ആയിരുന്നു എന്തിന്റെ മാസ്? ബോക്സിന്റെ മാസ്. 2 സ്വർണ്ണക്കട്ടികൾ അല്ലെ, 2 ഗോൾഡ് പീസസ്. ഓക്കെ, ഗോൾഡിനൊക്കെ ഇപ്പം അറിയാലോ നിങ്ങൾക്ക്, ഇപ്പോഴത്തെ കാലത്തിന്റെ പ്രശ്നമൊക്കെ ഗോൾഡ് ആണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പൊ നോക്കൂ, 20.15 gram. ഗ്രാം എന്ന് പറഞ്ഞാൽ ഗ്രാമിലാണ്. കാര്യം ആ ഗോൾഡ് പീസിന്റെ വെയിറ്റ് ഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഗോൾഡ് പീസിന്റെ വെയിറ്റോ 20.17 gram. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഗ്രാമിനെ അങ്ങോട്ട് കിലോഗ്രാമിലാക്കുക. 2.300 കിലോഗ്രാം തൊട്ടടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. പ്ലസ് ഇതിനെ ഗ്രാമിലാക്കുന്നു എന്ന് വെച്ചാൽ ഇതിനെ 1000 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു, 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? 3 ഡെസിമൽ പ്ലേസുകൾ മാറും. എന്ന് വെച്ചാൽ ഇവിടെ ഈ 0, ഈ 2, പിന്നെ ഒരു 0 കൂടെ കയറി വരും. 0.02015 കിലോഗ്രാം എന്ന് വരും. അതുപോലെ തന്നെ ഇവിടെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര? 0.02017 കിലോഗ്രാം എന്ന് വരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇവിടെ കണ്ടോ ഈ 3 വാല്യൂകൾ നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇതില് അഡീഷൻ ആണ്. കാര്യം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ആണ്. അപ്പൊ അഡീഷൻ വരുമ്പോ ഡെസിമൽ പ്ലേസുകളുടെ എണ്ണത്തിനാണ് പ്രസക്തി അല്ലേ? ഡെസിമൽ പ്ലേസുകളുടെ എണ്ണം, സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല, ഡെസിമൽ പ്ലേസ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പ്ലേസ് ഉള്ളത് ഏതാണോ അതാണ് നമ്മുടെ ഉത്തരത്തിലേക്ക് വരേണ്ടത്. ഒന്നുകിൽ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസ് എടുക്കാം, അല്ലെങ്കിൽ ഓരോന്നിന്റെയും എന്താണ് ഡെസിമൽ പ്ലേസുകളുടെ എണ്ണം കുറച്ചിട്ട്, അതായത് ലീസ്റ്റ് നമ്പർ ആക്കിയതിനു ശേഷം കൂട്ടാം. നമുക്ക് എന്താണ് ഓരോന്നിന്റെയും ഡെസിമൽ പ്ലേസ് ലീസ്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാം? കൂട്ടാം. അപ്പൊ നോക്കിയേ, ഇത് 3 എണ്ണത്തിൽ നോക്കിയാലേ ലീസ്റ്റ് നമ്പർ ഏതാ ഡെസിമൽ പ്ലേസ്? ഇതുമാണ്. അതായത് 2 ഡെസിമൽ പ്ലേസുകളേ ഉള്ളൂ. ഇവിടെയും 2, ഇവിടെയും 2. അപ്പൊ ലീസ്റ്റ് 2 ആണ്. അപ്പൊ നമുക്ക് ഓരോന്നിൽ എന്ത് ചെയ്യാം? ഈ നമ്മൾ കിലോഗ്രാം ബേസിസിലാക്കിയതിൽ ഓരോന്നിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 ഡെസിമൽ പ്ലേസ് ആക്കാം. 2.300 എന്തായി? 2.30. റൗണ്ട് ചെയ്യാം. അതുപോലെ ഇതിനെ നോക്കണ്ടോ, 2 ഡെസിമൽ പ്ലേസ് ആക്കുമ്പോൾ ഇതിനെ റൗണ്ട് ചെയ്ത് വന്നാൽ മതി. 5 മാറുന്നു, ഇത് എത്രയാണ്? 2 ആവുന്നു. 2 പോയി, ഇത് 0 തന്നെയാണ്, അത് ഡ്രോപ്പ് ചെയ്യാം. ഈ 2 5 താഴെയാണ്. ഇത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ 2 വരെ ആവണം, 2 ഡെസിമൽ പ്ലേസ് ആവണം.
അപ്പൊ 2 വരെ മതി. ഇതുവരെ ഡ്രോപ്പ് ചെയ്തല്ലോ, 5 പോയി 2 ആയി, ഈ 2 പോയി 0 പോയി, അപ്പോൾ 0.02 കിലോഗ്രാം. ഇവിടെ അങ്ങനെ തന്നെ 7 പോയി 2 ആയി, പിന്നെ 2 പോയി, പിന്നെ ഇവിടെ 0യും പോയി, അപ്പൊ ബാക്കി എത്ര? 0.02. ഈ റൂളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ് കേട്ടോ. 0.02 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടിയാൽ മതി, ഉത്തരമായി. എത്ര? 2.30 പ്ലസ് 0.02 പ്ലസ് 0.04 എത്ര? 2.34 കിലോഗ്രാം. സംശയമില്ലല്ലോ? ഒരു സംശയമില്ല എന്ന് വിചാരിക്കാം. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ട എന്താണ്? രണ്ട് മാസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദ ഡിഫറൻസ് ഇൻ ദ മാസസ് ഓഫ് ദ പീസസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. 20.17 ഗ്രാം മൈനസ് 20.15 ഗ്രാം. അപ്പൊ എത്ര കിട്ടും? 0.02 ഗ്രാം. ഇവിടെ നമ്മൾ ലീസ്റ്റും ഹയസ്റ്റും ഒന്നും നോക്കണ്ട. കാര്യം എന്താണ്? രണ്ടിലും ഒരേ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആണ്. അപ്പൊ ലീസ്റ്റ് 2 തന്നെയാണ്. അപ്പൊ കിട്ടുന്നതിലും 2 തന്നെ വരണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ 0.02 ഗ്രാം. അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. NCERT-യിലെ ഒരു എക്സസൈസ് ആണ് കേട്ടോ ഇത്. NCERT-യിലെ എക്സസൈസ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാം, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം, വേണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 9th ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ നമ്മുടെ NCERT ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണെന്ന് ഞാൻ നോക്കുന്നില്ല, നിങ്ങൾ നോക്കുക. ഇത് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടുപിടിച്ചാൽ മതി. കണ്ടുപിടിച്ച് ടിക്ക് ചെയ്ത് വെക്കണം ടെക്സ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്ന്. നോക്കൂ. ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് എ റെക്ടാംഗുലർ ഷീറ്റ് ഓഫ് മെറ്റൽ ആർ 4.234 മീറ്റർ, 1.005 മീറ്റർ ആൻഡ് 2.01 സെന്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. Give the area and volume of the sheet to correct significant figures. അപ്പോൾ ഒരു റെക്ടാംഗുലർ ഷീറ്റ് ആണ്, മെറ്റൽ ഷീറ്റ് ആണ്. അതിന്റെ ലെങ്ത് 4.234 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 1.005 മീറ്റർ ആണ്, തിക്നെസ് 2.01 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏരിയ ആൻഡ് വോളിയം ഓഫ് ദ ഷീറ്റ് കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആക്കി ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ എന്താണ്? ഏരിയ ഓഫ് ദ ഷീറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു, നോക്കൂ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാലോ, ഒരു ക്യൂബോയിഡിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് പ്ലസ് തിക്നെസ് ഇൻറ്റു ലെങ്ത്. 2 ഇൻറ്റു ഈ ക്വാണ്ടിറ്റി. ഓക്കെ, LB BT TL. ഓരോന്നിന്റെയും വാല്യൂ നിങ്ങൾക്ക് അറിയാം. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിക്നെസ് ഇവിടെ സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതിനെ മീറ്റർ ആക്കണം. കാര്യം SI യൂണിറ്റിലാക്കണം. മറ്റേത് 2 മീറ്ററിലാണ്. അപ്പൊ SI യൂണിറ്റിലാക്കുമ്പോൾ എന്ത് ചെയ്യും? സെന്റിമീറ്ററിന് മീറ്റർ ആക്കാൻ നിങ്ങൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 2 ഡെസിമൽ പ്ലേസുകൾ വരും. എന്ന് വെച്ചാൽ ഈ 2 മാറി ഒരു 0യും കൂടി വരും. അപ്പൊ എത്രയാണ്? 0.0201 എന്ന് കിട്ടും. 0.0201 എന്ന് കിട്ടും. സംശയമില്ലല്ലോ? അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ഇടത്തും അത് കൊടുക്കുക. ഇവിടെ ലെങ്ത് 4.234, ബ്രെഡ്ത്ത് 1.005 പ്ലസ് ബ്രെഡ്ത്ത് 1.005 ഇൻറ്റു തിക്നെസ് 0.0201. സംശയമില്ലല്ലോ? തിക്നെസ് 0.0201 ഇൻറ്റു 4.234. ഇനി നമുക്ക് ചെയ്തു നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇത് രണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4.255 എന്ന് കിട്ടും. സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം ശ്രദ്ധിച്ചോളണം, 4 തന്നെയാണ് ഇവിടെയും. ഇവിടെ കണ്ടോ, ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ 1.005 ഇൻറ്റു 0.0201 ചെയ്യുമ്പോൾ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് എടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് അറിയാം അല്ലേ? ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കൂ, ഈ പിന്നെ നമ്പറിൽ ഈ 0 സിഗ്നിഫിക്കന്റ് അല്ല. കാര്യം 1നേക്കാൾ താഴെയാണ്. റൈറ്റിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ നോൺ സീറോഡിന് മുമ്പുള്ള ഈ 0 സിഗ്നിഫിക്കന്റ് അല്ല. ഇതും സിഗ്നിഫിക്കന്റ്. അപ്പൊ മൊത്തം 3 എണ്ണമാണ്. അപ്പോൾ ലീസ്റ്റ് ഏതാണ്? ഇതിൽ 4, ഇതിൽ 3. ലീസ്റ്റ് നമ്പർ ഓഫ് എടുക്കണം. 0.0202 പ്ലസ് ഇത് ചെയ്യുമ്പോൾ ലീസ്റ്റ് ഏതാണ്? ഇത് തന്നെയാണ്. കാര്യം ഇതിനകത്ത് 1, 2, 3, 4. ഇതിനകത്ത് ഈ 0 സിഗ്നിഫിക്കന്റ് അല്ല, 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതിൽ 3 എണ്ണമേ എടുക്കാൻ പാടുള്ളൂ. 0.0851. ശരിയല്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിക്കണം, ഇതെല്ലാം ഏരിയകളാണ്. ഓരോ രീതിയിലുള്ള ഏരിയകളാണ്. ഇതൊരു ഏരിയ, ഇതൊരു ഏരിയ, ഇതൊരു ഏരിയ. 3ഉം കൂട്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഏതിനാ ഉള്ളേ? ഇവിടെ 1, 2, 3, 4. ഇവിടെയോ? ഇവിടെ 1, 2, 3 തന്നെ ഉള്ളൂ. ഇവിടെയും 1, 2, 3. അപ്പൊ ലീസ്റ്റ് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. അപ്പൊ നമ്മൾ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി നമുക്ക് ചെയ്യാം. ഇത് 3ഉം കൂട്ടുമ്പോൾ 2 ഇൻറ്റു 4.3603 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും.
2 ഇൻറ്റു 2 ഇവിടെ ആൾറെഡി ഉള്ളതാണ്, ഇത് ഇൻറ്റു നോക്കൂ, ഇത് 3 ചെയ്യുമ്പോൾ ഇത് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8.7206 മീറ്റർ സ്ക്വയർ. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മുടെ ഉത്തരത്തിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ഡെസിമൽ പ്ലേസിന് ശേഷം ഇത് 2 മതി. അപ്പൊ ബാക്കി റൗണ്ട് ഓഫ് ചെയ്ത് മാറ്റം ഉണ്ടോ നോക്കണം. അപ്പൊ 6 റൗണ്ട് ഓഫ് ചെയ്ത് 1 ആക്കുന്നു, 1 5 കുറവാണ്, ഡ്രോപ്പ് ചെയ്യുന്നു, 8.72 മീറ്റർ സ്ക്വയർ. ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് എടുക്കേണ്ടത്. ഇനി പിന്നെ കണ്ടുപിടിക്കേണ്ടതാണ് വോളിയമാണ്. വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്. ലെങ്ത് 4.234, ബ്രെഡ്ത്ത് 1.005, തിക്നെസ് 0.0201. ഇതിലെ ലീസ്റ്റ് നമ്പർ ഓഫ്, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കോളും കേട്ടോ. ഇതും കുറച്ചുകൂടെ കിട്ടും, 0.0855. അപ്പൊ ഇതില് ലീസ്റ്റ് നമ്പർ ഏതാ എടുക്കേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയി എടുക്കേണ്ടത്. ഇതിനകത്ത് 1 2 3 4 എണ്ണം ഉണ്ട്, ഇതിനകത്ത് 1 2 3 4 എണ്ണം ഉണ്ട്, ഇവിടെ 1 2 3 എണ്ണേ ഉള്ളൂ. അപ്പൊ ഉത്തരത്തിലും 3 എണ്ണമേ ഉണ്ടാവാൻ പാടുള്ളൂ. 0.0855 3 എണ്ണേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ക്ലിയർ ആയല്ലോ. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ NCERT ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ചെയ്തതായിട്ട് മാർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് എഴുതിയിട്ട് വേണമെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ സ്വന്തമായിട്ട് എഴുതാവുന്നതാണ്. നമ്മുടെ എല്ലാ പോയിന്റ്സും മനസ്സിൽ വെച്ചുകൊണ്ട്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും എററും മുതലായ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നുകൂടി ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ബാക്കി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ NCERT ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മുമ്പ് എറർ പഠിച്ചില്ലേ, ആ എററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും കൂടി വരുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ NCERTയിലെ ഒരു എക്സസൈസ് ആണ്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി P ഈസ് റിലേറ്റഡ് ടു 4 ഒബ്സർവബിൾസ് A, B, C ആൻഡ് D ആസ് ഫോളോസ്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി P A, B, C, D എന്നീ ഒബ്സർവബിളുകളുമായി റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒബ്സർവബിളുകളുമായി റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് റിലേഷൻ? P is equal to A cube B square divided by root C into D. ക്വസ്റ്റ്യൻ തീർന്നില്ല. The percentage errors of measurement in A, B, C and D are 1%, 3%, 4% and 2% respectively. എയിലും ബിയിലും സിയിലും ഡിയിലുമുള്ള പെർസെൻറ്റേജ് എററുകൾ 1, 3, 4 ആൻഡ് 2. ആദ്യം കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ ക്വാണ്ടിറ്റി പി. അപ്പൊ ഈ 4 എണ്ണത്തിലും ഈ രീതിയിലാണ് പെർസെൻറ്റേജ് എറർ എങ്കിൽ ഈ പി എന്നുള്ള ക്വാണ്ടിറ്റിയിൽ എങ്ങനെയായിരിക്കും പെർസെൻറ്റേജ് എറർ? ക്വസ്റ്റ്യൻ തീർന്നില്ല. ഇഫ് ദ വാല്യൂ ഓഫ് പി calculated using the above relation turns out to be 3.763. കണ്ടോ, 3.763 ആണത്. അതായത് ഈ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്കും ബിക്കും സിക്കും ഡിക്കും ഒക്കെ വാല്യൂ കൊടുത്തിട്ട്, അത് വാല്യൂ ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, വാല്യൂ കൊടുത്ത് നിങ്ങൾ ചെയ്യുമ്പോ ഒറിജിനൽ വാല്യൂ കൊടുത്ത് ചെയ്യുമ്പോ 3.763 എന്നാണ് കിട്ടുക പിയുടെ വാല്യൂ. ഓക്കെ, അങ്ങനെയാണ് കിട്ടുന്നത് എങ്കിൽ ടു വാട്ട് വാല്യൂ ഷുഡ് യു റൗണ്ട് ഓഫ് ദ റിസൾട്ട്? അപ്പോ 3.763 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെ ഏത് രീതിയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക. 3.763 ആണ് ട്രൂ വാല്യൂ അല്ലെങ്കിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെ ഏത് രീതിയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയാലും നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നോക്കൂ, ഇതല്ലേ ഫോർമുല? P is equal to A cube B square by root C into D എന്ന് വെച്ചാൽ P is equal to A cube B square divided by root C raised to half എന്ന് എഴുതിക്കൂടെ into D. അപ്പൊ നമുക്ക് റിലേറ്റീവ് എറർ എഴുതാം. എങ്ങനെയാണ്? ഡെൽറ്റ പി ബൈ പി ഈസ് ഈക്വൽ ടു, കണ്ടോ, 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ, ആ പവർ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോഴൊക്കെ പ്ലസ് ആണ്, എററുകൾ ആഡ് ചെയ്യുള്ളൂ. പ്ലസ് കണ്ടോ, 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ്, ഇവിടെ കണ്ടോ ഹാഫ് ആണ് അല്ലേ, ഹാഫ് ഇൻറ്റു ഡെൽറ്റ സി ബൈ സി പ്ലസ് ഡി റേസ് ടു 1 അല്ലേ, 1 ആണ്. അപ്പോ 1 എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഡെൽറ്റ ഡി ബൈ ഡി. അപ്പൊ ഇതാണ് റിലേറ്റീവ് എററിന്റെ ഫോർമുല. ഇനി പെർസെന്റേജ് എറർ ആണെങ്കിൽ ഇതിനെല്ലാം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എല്ലാത്തിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 1%. അപ്പൊ നമുക്ക് പിയിലെ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാം. അപ്പൊ 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 0 എത്ര എന്നാ തന്നിരിക്കുന്നത്? 1%. അപ്പൊ 3 ഇൻറ്റു 1. 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 എത്ര? 3% പ്ലസ് ഹാഫ് ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 എത്ര തന്നിരിക്കുന്നത്? 4 ആണ്. ഹാഫ് ഇൻറ്റു 4 പ്ലസ് ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 എത്ര? 2. ഇത് ചെയ്യുമ്പോൾ ഇവിടെ 3 ഇൻറ്റു 1 3 പ്ലസ് 2 ഇൻറ്റു 3 6 പ്ലസ് ഹാഫ് ഇൻറ്റു 4 2
പ്ലസ് 2. അപ്പൊ എത്ര കിട്ടും? 6 3 9, 2 11 2 13% എന്ന് കിട്ടും. അപ്പോൾ 13% ആണ് എന്ത് പിയിലെ പെർസെന്റേജ് എറർ. അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഓക്കെ ആയി, 13%. ഇനി സെക്കൻഡ് പാർട്ടാണ്, അതായത് നിങ്ങൾ ABCD എന്നീ ഒബ്സർവബിൾസിന് അതിൻ്റെതായ വാല്യൂ കൊടുക്കുമ്പോൾ പിയുടെ വാല്യൂ ആയി കിട്ടുന്നത് ഇതാണ്. എത്രയാണ്? 3.763. ഇതിന് നിങ്ങൾ എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യും? ഓക്കെ എന്നാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഡെൽറ്റ പി ബൈ പി എത്രയാണ്? ഇവിടെ ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 13% ആണ്. എന്ന് വെച്ചാൽ ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പൊ ഡെൽറ്റ പി ബൈ പി എത്രയാണ്? ഡെൽറ്റ പി ബൈ പി 13/100 അല്ലെങ്കിൽ 0.13. കണ്ടോ, 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ അവിടെ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഈ 3.763 ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി. ഇവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടതിൽ 2 വരാൻ പാടുള്ളൂ. കാര്യം എററിൽ 2 ഉള്ളൂ. അപ്പൊ പ്രിസിഷൻ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് മെഷർ ചെയ്യുന്ന സാധനത്തിന്റെ പ്രിസിഷൻ നമുക്ക് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഈ എററിന്റെ രീതിയിലേക്ക് എക്സ്പ്രസ് ചെയ്യണം, സിഗ്നിഫിക്കന്റ് ഫിഗറുകളിലേക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഈ 763 എന്ത് ചെയ്യണം? നിങ്ങൾ 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ആക്കി റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പൊ ഇതെന്ത് ചെയ്യും? ഈ 3 5-നേക്കാൾ കുറവാണ്, വെറുതെ ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ഈ 6 5-നേക്കാൾ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യണം? തൊട്ടപ്പുറത്തെ പ്രിസീഡിംഗ് ഡിജിറ്റിന് 1 കൂട്ടണം, അല്ലേ? അപ്പൊ 3.8 ആണ് ആൻസർ. ഓക്കെ, 3.8 ആണ് ആൻസർ. ഒന്നുകൂടി ഒന്ന് എഴുതി നോക്കുക, സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. അപ്പോ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.